ഹലോ. ഞാൻ കുറച്ച് മൈലാഞ്ചി ഇല പൊട്ടിച്ചു. വീട്ടിൽ നിന്നല്ല, വല്ലവൻ്റെ പറമ്പിൽ നിന്ന്. ആ അമ്മ അവസാനം പറഞ്ഞ്, അവിടുത്തെ അമ്മ പറഞ്ഞ്, മോളെ നീ 2-3 കമ്പൂടെ കൊണ്ടുപോയിക്കോളാം, കാരണം എപ്പോഴും ഇങ്ങനെ വരണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇലയെല്ലാം എടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ച്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. അരയ്ക്കാൻ വലിയ പാടാണ്. അപ്പോൾ പിന്നെ അവസാനം ഞാൻ ഒരു 8-10 പ്രാവശ്യത്തെ അരപ്പ് കഴിഞ്ഞിട്ട് സെറ്റായി. ഇപ്പം തന്നെ നോക്കിയാൽ കൈ തന്നെ അടിപൊളിയായിട്ട് ചുമന്ന് കേട്ടോ. നല്ല ഇലയാണ്. ചില ഇലകളുണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം കിടന്നാലും ആ റെഡിഷ് വരച്ചിട്ട് താമസം എടുക്കും. അപ്പോൾ അങ്ങനെ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അത് അരി ഉഴുന്നും അരയ്ക്കാനുള്ള ജാറാണ്. വീട്ടിലെറിഞ്ഞാൽ ശരിയാക്കുവാനെ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ട്. ഇനി ബാക്കി ഇരിപ്പുണ്ട്. എന്ത് ചെയ്യതെല്ലാം നോക്കട്ടെ തലയിലെങ്ങാനും തേക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. എന്നിട്ട് മോന് ഞാൻ പഠിപ്പിച്ച് ഒരു സൈഡിലാക്കി. കാരണം അവനിരിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല. അവനിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അങ്ങനെ അവസാനം അവനെ ഞാൻ കഴിപ്പിച്ച് കിടത്തി ഉറക്കി, ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. 15 വീട്ടിൽ തുടങ്ങാൻ പോവുകയാണ്. കൈവച്ചതാണ് സാധാരണ ഇടാറുള്ളത്. പിന്നെ എനിക്കൊരു ഡിവൈഡർ കിട്ടി. ഈ ഇൻസ്റ്റന്റ് ബോക്സിനകത്തിരിക്കുന്ന ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ ഇടാൻ നോക്കി. എനിക്കിങ്ങനെ പടം വരയ്ക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുന്നതൊന്നും കല്യാണ പെണ്ണുങ്ങളൊക്കെ ഇടുന്ന പോലൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ ഇടുന്നതാണ് എനിക്കിഷ്ടം. എന്തോ ഒരു പ്രത്യേക ഒരു ഫീലാണ് അങ്ങനെ ഇടുമ്പോൾ. എന്താണെന്നറിയില്ല. ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് മൈലാഞ്ചി, കയ്യിലിടാറുണ്ട് അരച്ച്. അതും ട്യൂബിലെ അല്ല, നാച്ചുറലായിട്ടുള്ള ഇല. അപ്പോൾ ട്യൂബിലൊന്നും എനിക്കിഷ്ടമില്ല. കാരണം ഒന്നാമത്തെ കാര്യം അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല. കെമിക്കൽ സ്മെല്ലാണ്. പിന്നെ കെമിക്കലും ആണല്ലോ അത്. നമ്മൾ കൈക്കൊന്നും അത്ര നല്ലതല്ല. കൈ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ മുരിഞ്ഞിളകി വരും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. നമുക്ക് പതിയെ ഒരു മൊരിപ്പും ഒന്നുമില്ല. പതിയെ കയ്യിൽ നിന്ന് റിമൂവ് ആയി പൊക്കോളും. അപ്പോൾ നമുക്ക് കൈക്ക് അത്രയും നല്ലതാണ്. നമ്മുടെ കൈവെള്ളയ്ക്കും തലയിലൊക്കെ തേക്കില്ലേ മൈലാഞ്ചി. കാരണം നമ്മുടെ സ്കിന്നുമായിട്ട് വളരെയധികം സ്യൂട്ടാവുന്നൊരു സാധനമാണ് മൈലാഞ്ചി എന്ന് പറയുന്ന മരത്തിലെ. അപ്പോൾ എനിക്കിത് ഇടുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്, ഒരു പോസിറ്റീവ് ഫീലാണ് തോന്നാറുള്ളത്. ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട്. ഈ തിരുവാതിരയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്രാവശ്യം തിരുവാതിരയ്ക്കൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. പിന്നെ ഇത് തിരുമ്പോൾ ഒരു വർഷത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും എൻ്റെ കയ്യിൽ മൈലാഞ്ചിയും ഇടാറുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു വർഷം എനിക്ക് ഇടാൻ പറ്റില്ല. സമയക്കുറവ്, ഒന്ന് സമയത്തിൻ്റെ പ്രശ്നം, പിന്നെയെന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയില പൊട്ടിക്കാൻ വേണ്ടി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങണ്ടായോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് മടി കൊണ്ട് ഞാൻ പിന്നെ ഇടാറൊന്നുമില്ല. എന്തായാലും ആ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് 2-3 കമ്പ് കിട്ടി. അത് ഞാൻ അവിടെ ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കിളിച്ച് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. അത് വളർന്നു വരുവാണെങ്കിൽ എൻ്റെ സ്വന്തം മരത്തിൽ നിന്ന് എനിക്ക് മൈലാഞ്ചിയില പൊട്ടിച്ച് കയ്യിലിടാലോ. വെയിറ്റിംഗ്. അങ്ങനെ മോനെ എല്ലാം ഉറക്കി. രാത്രി 11 മണിക്കാണ് ഈ കലാപരിപാടിയുടെ വീട്ടിൽ നടക്കുന്നത്. ആരും അറിഞ്ഞില്ല, മനുഷ്യൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റത്തെ പരിപാടി, അരമണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതെല്ലാം ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തീരാറായി. അവസാനം ഒരു പരിപാടി ഞാൻ ചെയ്ത്, വെറുതെ വേണ്ടായിരുന്നു. അത് കുളമായിപ്പോയി. എന്നിട്ട് പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഇനി അടുത്ത ദിവസം അടുത്ത കൈ വേണ്ടേ. ഒരു ദിവസം എല്ലാം കൂടെ ഇടാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം 2 കൈയിലൂടെ ഇടാൻ പറ്റുമോ? ഇല്ല. അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച് ഞാൻ. അങ്ങനെ അടുത്ത ദിവസം അടുത്ത കയ്യിൽ ഞാൻ ഇടുകയാണ് മൈലാഞ്ചി. എനിക്ക് 2 കൈയിലും വേണം. ഒരു കൈ മാത്രം ഇടുമ്പോൾ എന്തോ ഒരു സുഖക്കുറവ്. അങ്ങനെ 2 കൈയിലും ഞാൻ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. ഓക്കേ.